അദ്ദേഹം പറഞ്ഞത് 100ഓളം ഞാൻ തന്നെ കുഴിച്ചിട്ടു, ഞാൻ മാറിയപ്പോൾ വീണ്ടും ആളുകൾ വന്നു എന്നാണ്. നമ്മളെല്ലാം മാറ്റിയിട്ട് ഒരു 20 ആളെന്ന് കരുതുക, 180 പേരെ മാറ്റുക, 20 ആളെന്ന് കരുതുക. 20 ആളുകളെ കൊന്ന് ഈ ദീർഘമായ കാലത്തിനിടയിൽ അവിടെ കുഴിച്ചിട്ടു എന്നത് വസ്തുതയാണെങ്കിൽ അത് ചെയ്യാൻ പറ്റിയ ആളുകൾക്ക് കുറേ മൃതദേഹങ്ങളൊക്കെ മാറ്റാനും പറ്റിയിട്ടുണ്ടാകും. ഞാൻ പറയുന്നത് അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാനും പറ്റിയിട്ടുണ്ടാകും. പിന്നെ ഈ പറയുന്ന 10 വർഷം എന്ന ദീർഘമായ കാലയളവ് ഈ നേത്രാവതി നദീതീരത്താണ് എന്നത് ഈ അഴുകലിനെ കൂടുതൽ വേഗത്തിലാക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ അസ്ഥികളും ഈ പറയുന്ന സോളിഡായിട്ടുള്ള അവശിഷ്ടങ്ങളുമേ കിട്ടാതിരിക്കൂ. ശാസ്ത്രീയമായ പരിശോധന നടത്തിയാൽ അപ്പോഴും അതിനകത്ത് ഈ പറയുന്ന പോലെ അഴുകി ചേർന്നിട്ടുണ്ടെങ്കിൽ പോലും ബോഡികളെ കുറിച്ചുള്ള കാര്യങ്ങൾ കിട്ടും. പിന്നെ ഹർഷൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ആളുകളെ കാണാതായിട്ടുണ്ടെന്ന് പരാതിയുണ്ട്, മനുഷ്യരെ കാണാതായിട്ടുണ്ട്. ഒരമ്മ എൻ്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പരാതിപ്പെട്ട ചരിത്രം നേരത്തെ ഉണ്ട്. അവിടെ ചില രാഷ്ട്രീയ പാർട്ടികളും പൊതുസമൂഹ സംഘടനകളും നേരത്തെ തന്നെ ആളുകളെ കാണാതാവുന്നു എന്നത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വസ്തുത ഇല്ലാത്തതാണ് എന്നത് അങ്ങനെ പെട്ടെന്ന് സ്ഥാപിക്കാവുന്നൊരു കാര്യമല്ല. ഇയാളാണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു മൃതദേഹ ഭാഗം കിട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എന്തൊക്കെയോ ATM കാർഡ് പോലുള്ള കാര്യങ്ങൾ കിട്ടിയിരുന്നു എന്ന വാർത്ത, അത് പക്ഷേ കൺഫേംഡ് ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഒളിച്ചോടാൻ ഇവർക്ക് ഒരു തരത്തിലും സാധിക്കില്ല. ഇത് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ കേരളത്തിലോ മറ്റോ ആയിരുന്നെങ്കിൽ, ഇവർ കേരളത്തെ കുറ്റപ്പെടുന്നല്ലോ, കേരളത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തോ മറ്റോ ആയിരുന്നെങ്കിൽ ഇത് ആരോപണം വരുന്നത് എത്രമാത്രം വലിയ കാര്യമായേനെ. സാധാരണഗതിയിൽ മാധ്യമങ്ങൾ അതിനകത്തേക്ക് പൂർണ്ണമായിട്ട് ഇൻവോൾവ് ചെയ്യുക ചെയ്യുക, പക്ഷേ ഇവിടെ അത് മാധ്യമങ്ങൾ തിരിച്ച് കാര്യങ്ങളെ സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ്. അതായത് എനിക്കും ഇപ്പോൾ തോന്നുന്നത് എന്തായാലും ഈ പറയുന്ന ഇത് വളരെ ഗൗരവത്തിലേക്ക് പോകുമെന്നാണ്. അതായത് 30 പേരെ IPSകാരെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് രാജ്യമാകെ തീരുമാനിച്ചപ്പോൾ അതിനകത്ത് ഒരേ ഒരാളേ ഉള്ളൂ, ഈ പ്രണബ് മൊഹന്തി, ഈ കർണാടകയിൽ നിന്നുള്ളതാണ്. അയാളെ തന്നെയാണ് SITയുടെ തലവനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആകെ മൊത്തം നോക്കിയാൽ ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ഇല്ലാതാക്കാനുള്ള ശ്രമം ഏതൊക്കെയോ ഭാഗത്ത് നടക്കുന്നുണ്ടല്ലോ എന്ന് ഈ സാക്ഷി വന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വസ്തുതയാണല്ലോ നമുക്ക് തോന്നും. നിശ്ചയമായിട്ടും രാജ്യത്തിന് ഉത്തരം കിട്ടേണ്ടത് ദി നേഷൻ വാണ്ട്സ് ടു നോ. രാജ്യത്തിനാകെ ഉത്തരം കിട്ടേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ധർമ്മസ്ഥലം മാറുന്നുണ്ട്.